കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. അതിൽ കുറച്ച് ഭാഗങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിലെന്താണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്? ദെൻ ഡോക്ടർ വില്യം, ആരായിരുന്നു ഡോക്ടർ വില്യം കിങ്? ദെൻ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നവരാരായിരുന്നു? പിന്നെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർസ്, CWS എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടനിൽ അവ നടത്തിയിട്ടുള്ള മുന്നേറ്റം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ലെക്ചറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്ക് റോക്ക്ഡെയിൽ പയനീഴ്സിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോവാം. റോക്ക്ഡെയിൽ പയനീഴ്സിന് 9 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അവർ മുന്നോട്ട് കൊണ്ടുവന്ന 9 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, റോക്ക്ഡെയിൽ പയനീഴ്സ് ഒരു കൂട്ടം ഫ്ലാനൽ വീവേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 28ഓളം. അവർ ജോയിൻ ടുഗദർ ആൻഡ് കോൺട്രിബ്യൂട്ടഡ് £1 ഈച്ച് എ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസ്ഡ് സൊസൈറ്റി 1844. അവരൊരു സൊസൈറ്റി ഫോം ചെയ്തു. മാത്രമല്ല, അവർ ഓർഗനൈസ് ചെയ്ത സ്റ്റോർ, അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അവരെന്ത് ചെയ്തു, അഡാപ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അവർ മൂവ്മെന്റിന് ഒരു ഫൈനൽ ഷേപ്പ് അവരുണ്ടാക്കി. റോക്ക്ഡെയിൽ പയനീഴ്സിന്റെ നേതൃത്വത്തിലൊക്കെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഓർഗനൈസ് ചെയ്ത കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഹോൾസെയിൽ സൊസൈറ്റി ആയിരുന്നു അവരെന്ത് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ഇംഗ്ലണ്ടിൽ പ്രധാനപ്പെട്ട ഒരു ഹോൾഡുള്ള ഒരു സ്ഥാപനമായി മാറാൻ അവർക്ക് സാധിച്ചു. ആരാണ് റോക്ക്ഡെയിൽ എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. റോക്ക്ഡെയിൽ പയനീഴ്സ് ആരാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. റോക്ക്ഡെയിൽസിന്റെ സൊസൈറ്റി ആരാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ ഒന്നാമത് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. നമ്മൾ മറ്റുള്ളിടത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ കൺസ്യൂമർ സ്റ്റോറിന്റെ കേസിലും, റോക്ക്ഡെയിൽ കൺസ്യൂമർ സ്റ്റോറിന്റെ കേസിലും നമ്മൾ കണ്ടതാണ് ഓപ്പൺ ആണ് മെമ്പർഷിപ്പ് എന്നുള്ളത്. അത് ടു ഓൾ members in to open to all for membership, and any man or woman could join it on equal terms with the original members by paying certain sum of value of share. ഒരു വാല്യൂ ഓഫ് ഷെയർ പേ ചെയ്തുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺസ്യൂമർ സ്റ്റോർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റോറിൽ എന്ത് ചെയ്യാം, മെമ്പർ ആവാൻ സാധിക്കും. എല്ലാ മെമ്പേഴ്സ്, all the members of society had the same rights and privileges. ഒരേ റൈറ്റ്സും പ്രിവിലേജസും ആണ് അതിലെന്തുള്ളത്, മെമ്പേഴ്സ് ഉള്ളത്. അതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിന്റെ പ്രത്യേകത. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസും പറയുന്നത് അതാണ്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് കെയർ സെയിൽസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പ്രിൻസിപ്പിൾ ഓഫ് കെയർ സെയിൽസ് മാത്രമാണ് പയനീർ സൊസൈറ്റീസ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. റോക്ക്ഡെയിൽസ് പയനീഴ്സ് അഡാപ്റ്റ് ചെയ്തത് പ്രിൻസിപ്പിൾ ക്യാഷ് സെയിൽസ് ആണ്. എന്താണ്? They had seen earlier stores ruined because of the policy of credit sales. പല സൊസൈറ്റികളും തകരാനുള്ള കാരണം ക്രെഡിറ്റ് സെയിൽസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് പേയ്മെന്റിന് മാത്രം ഗുഡ്സ് എന്ത് ചെയ്യുക, ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യുന്ന ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ ആണ് എന്ത് ചെയ്തത്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ആയിട്ട് റോക്ക്ഡെയിൽ എന്ത് ചെയ്തത്, അവരുടെ സൊസൈറ്റി നടപ്പിലാക്കിയത്. ക്യാഷ് സെയിൽസ് മാത്രമാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ക്യാഷ് സെയിൽസ് ആണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു കമ്പനിയിലൊക്കെ തന്നെ എന്തില്ല, നോ ഡെമോക്രാറ്റിക് കൺട്രോൾ. ഒരു ഡെമോക്രാറ്റിക് കൺട്രോൾ നമുക്ക് കാണാൻ കഴിയില്ല. കൺട്രോൾ വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ്, എന്താണ്, ആരാണോ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അവർക്കാണ് അതിന് എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളത്. ഇത് അതേസമയം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് എന്താണ്, ഡെമോക്രാറ്റിക് കൺട്രോളുള്ള ഒരു സ്ഥാപനമാണെന്നാണ് പറയുന്നത്. ഈ പ്രശ്നം തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നത് തന്നെ.
അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയാം. വൺ മാൻ വൺ വോട്ട് എന്നതാണത്. The affairs of the society were managed by elected representatives. The supreme power of the society was vested in the general body. ഇതാണ് അതിന്റെ ഡെമോക്രാറ്റിക് കൺട്രോളിന്റെ പ്രത്യേകത. വൺ പേഴ്സൺ വൺ വോട്ടാണ്. അതേപോലെ തന്നെ അതിൽ എലക്ട് ചെയ്യപ്പെടുന്ന ജനറൽ ബോഡിക്ക് മാത്രമാണ് ഫൈനൽ അതോറിറ്റി, സുപ്രീം പവർ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് റോക്ക്ഡെയിൽ ഫൈനീസും പ്രിൻസിപ്പിളും പറയുന്നത്. അത് തന്നെയാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നുള്ളതാണ്. The sale of pure and unadulterated goods. Sale of pure and unadulterated goods. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, റോക്ക്ഡെയിൽ പയനീഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവര് വിൽക്കുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ള അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്ന കാര്യമാണത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യും, ഉറപ്പുവരുത്തുന്നുള്ളതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിലനിൽക്കണം, വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് സെയിൽ എന്ത് ചെയ്തിരിക്കണം, പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യാൻ കഴിയണം, അവയ്ക്ക് വിൽക്കാൻ കഴിയണം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രിൻസിപ്പിളാണ് പ്രൈസ് പോളിസി. പ്രൈസ് പോളിസി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സെല്ലിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്രൈസ് ആണോ അതല്ല മറ്റേതെങ്കിലും രീതിയിലാണോ? മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ് റോക്ക്ഡെയിൽ പയനീഴ്സ് പറയുന്ന പ്രൈസ് പോളിസി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രിൻസിപ്പിളാണ് ഫിക്സഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. റോക്ക്ഡെയിൽ പയനീഴ്സിന് അവരുടെ ഡെപ്പോസിറ്റിന്, അവരുടെ സേവിങ്സിന് ലഭിച്ചിരുന്നത് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഫിക്സഡ് റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ദെൻ ഡിവിഡൻഡ് ഓൺ പർച്ചേസസ്. മറ്റൊരു കോപ്പറേറ്റീവ്സിന്റെ പ്രിൻസിപ്പിളാണ് ഡിവിഡൻസ് ഓൺ പർച്ചേസസ് എന്നുള്ളത്. ഡിവിഡൻസ് വർ നോട്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഡിവിഡൻസ് എന്ത് ചെയ്തിരുന്നില്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അടിസ്ഥാനത്തിലായിരുന്നില്ല പെയ്ഡ് ചെയ്തിരുന്നത്. ഡിവിഡൻസ് വർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി പർച്ചേസസ് മെയ്ഡ് ബൈ ദം. അവർ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസസ് അനുസരിച്ചാണ് അവർക്ക് ഡിവിഡൻഡ് നൽകിയിരുന്നത് എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വ്യത്യസ്തമാക്കുന്നത്. അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് പറയുന്നത് ഡിവിഡൻസ് എന്തായിരിക്കണം, പർച്ചേസസിനനുസരിച്ചായിരിക്കണം എന്നുള്ളതാണ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എഡ്യൂക്കേഷൻ എന്നുള്ള ഇതൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്, എഡ്യൂക്കേഷൻ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് കോപ്പറേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം. എഡ്യൂക്കേഷൻ നൽകിയാൽ മാത്രമേ കോർപ്പറേഷൻ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ടെക്നിക്കലായിട്ടും ജനറലായിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തു, റോക്ക്ഡെയിൽസ് ഒരുക്കിയെന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയുക. ദെൻ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. മറ്റൊരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള ചായ്വ് അല്ലെങ്കിൽ മത വിഭാഗത്തോട് പ്രത്യേക ഒരു താല്പര്യമോ പ്രത്യേകമൊരു താല്പര്യം ആർക്കില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ന്യൂട്രൽ ആയിരിക്കണം റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മാറ്റേഴ്സിൽ. സൊസൈറ്റി ഒരിക്കലും തന്നെ എന്തില്ല, റിലീജിയസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കരുത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കരുത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അതിലൊന്നാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, രണ്ടാമത്തത് കേഷേഴ്സ്, മൂന്നാമത്തെ ഡെമോക്രാറ്റിക് കൺട്രോൾ, നാലാമത്തെ സെയിൽ ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്, ദെൻ അഞ്ചാമത്തെ പ്രൈസ് പോളിസി, ആറാമത്തെ ഫിക്സഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, ഏഴാമത്തെ ഡിവിഡൻസ്, എട്ടാമത്തത് എഡ്യൂക്കേഷൻ,
ഒമ്പതാമത്തത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞു നമ്മൾ ക്യാഷ് സെയിൽസ്. മൂന്നാമത്തെ പറഞ്ഞു ഡെമോക്രാറ്റിക് കൺട്രോൾ. നാലാമത്തെ പറഞ്ഞു സെയിൽ ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു. നാലാമത്തെ നമ്മൾ പറഞ്ഞു പ്രൈസ് പോളിസി. അഞ്ചാമത്തെ പറഞ്ഞു ഫിക്സഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ആറാമത്തെ നമ്മൾ പറഞ്ഞു ഡിവിഡൻസ് ഓൺ ഷെയർസ്. ഏഴാമത്തെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. എട്ടാമത്തെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. ഒമ്പതാമത്തെ നമ്മൾ പറയുന്നു റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഒന്ന് നമ്മൾ പറഞ്ഞു ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ക്യാഷ് സെയിൽസ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് കൺട്രോൾ. നാലാമത്തെ നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് പ്യുവർ ആൻഡ് അഡൾട്ടറേറ്റഡ് ഗുഡ്സ്. അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞു പ്രൈസ് പോളിസി. ആറാമത്തെ നമ്മൾ പറഞ്ഞു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ഏഴാമത്തെ നമ്മൾ പറഞ്ഞു ഡിവിഡൻസ് ഓൺ പർച്ചേസസ്. എട്ടാമത്തെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. ഒമ്പതാമത്തെ നമ്മൾ പറയുന്നു റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഇത്രയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് വരുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ഇതിൽ പ്രധാനമായിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതും റിലീജിയസ് ന്യൂട്രാലിറ്റി എന്നുള്ളത്, ഡിവിഡൻസ് ഓൺ പർച്ചേസ് എന്നുള്ളത്, പ്രൈസിങ് പോളിസി, ക്യാഷ് സെയിൽസ്. ഇതൊക്കെ പ്രധാനപ്പെട്ട റോക്ക്ഡെയിൽ ഫൈനാൻസിന്റെ പ്രത്യേകതകളാണ്. മറ്റുള്ളതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഒക്കെ മറ്റു കോപ്പറേറ്റീവ്സിന് കൂടിയുള്ളതാണ്. ദെൻ നമുക്കിനി ഡോക്ടർ വില്യം കിങ്. നമ്മൾ ആദ്യം പറഞ്ഞത് റോബർട്ട് ഓവനെ കുറിച്ച് പറഞ്ഞു. ദെൻ റോക്ക്ഡെയിൽ പയനീഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇനിയുള്ളത് ഡോക്ടർ വില്യം കിങ്ങും ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകളുമാണ്. ഡോക്ടർ വില്യം കിങ് ആരായിരുന്നു? ഡോക്ടർ വില്യം കിങ് ഫോളോവർ ഓഫ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവന്റെ ഫോളോവർ ആയിരുന്നു ഡോക്ടർ വില്യം കിങ്. അയാൾ പറയുന്നത് പവേർട്ടിയും ഡിസീസും ക്രൈമും ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എക്സിസ്റ്റിംഗ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് പോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ആണ് റോബർട്ട് ഓവന്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ തിയറി ആയിട്ട് നമ്മൾ പറയുന്നത്. ആ തിയറി അനുസരിച്ച് സർക്കംസ്റ്റാൻസസ് ആണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, എന്താക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഓർ ബാഡ് എന്ന് തീരുമാനിക്കുന്നത് അത് അവരുടെ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷനാണ് ഒരു പൊവേർട്ടിക്കും ഡിസീസിനും ക്രൈമിനും ഒക്കെ കാരണമാകുന്നതെന്നുള്ളതാണ് റോബർട്ട് ഓവന്റെ പിന്തുടർച്ചക്കാരൻ എന്നറിയപ്പെടുന്ന ഫോളോവർ എന്നറിയപ്പെടുന്ന ഡോക്ടർ വില്യം കിങ് പറയുന്നത്. കോർപ്പറേറ്റർ എന്ന മാഗസിനാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ദ കോർപ്പറേറ്റർ എന്ന മാഗസിനിലൂടെയാണ്. ഒരു മന്ത്ലി മാഗസിനാണ്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ചെയ്തിരുന്നത് ഈ മാഗസിനിലൂടെയാണ്. അദ്ദേഹം ചെയ്തിരുന്നത് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും അറ്റ് ചീപ്പർ കോസ്റ്റ്. ഹി ഓൾസോ ഹെൽഡ് ദി റെമഡി ഫോർ വർക്കേഴ്സ് ഗുഡ്നസ് ഇൻ കോർപ്പറേഷൻ. വർക്കേഴ്സ് സഫേർഡ് ബിക്കോസ് ദേ വർക്ക് ഫോർ അതേഴ്സ്. വർക്കേഴ്സ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ സഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വർക്കേഴ്സ് എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം? വർക്കേഴ്സ് ഫോർ ദംസെൽസ്, അവർക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നാണ്. അതായത് അവരുടെ ലേബർ എന്നുള്ളത് അവരുടെ ക്യാപിറ്റൽ ഇല്ലാത്ത ലേബർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാറ്റി ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യണം, അവരിറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, സ്വന്തം സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് തന്നെ മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്മോൾ സേവിങ്സ് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അത്തരത്തിൽ കോപ്പറേറ്റീവ് വേൽ ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം. പിന്നെ അവസാനം പറയുന്നത് കോപ്പറേഷൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കണം കോപ്പറേഷൻ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്തുമത വിശ്വാസം
അനുസരിച്ചായിരിക്കണം കോപ്പറേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് ഡോക്ടർ വില്യമും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകളും മുന്നോട്ട് വെക്കുന്നത്. ആരായിരുന്നു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ? നമുക്കത് നോക്കാം. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് കോപ്പറേഷൻ ക്യാൻ സക്സീഡ് ഓൺലി ത്രൂ ക്രിസ്ത്യൻ വേ. കോപ്പറേഷൻ സക്സീഡ് ചെയ്യുക ഏതിലൂടെ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു, ക്രിസ്ത്യൻ വേയിലൂടെ മാത്രമേ കോപ്പറേഷൻ സക്സീഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ. അവരെന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ പറയുന്നത്, നമ്മൾ പറഞ്ഞു, ക്രിസ്ത്യൻ വേയിലൂടെ മാത്രമേ കോപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വയലൻസും അൺട്രസ്റ്റും ഒക്കെ ഹാപ്പൻ ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള 30th-ലും 40th-ലും 19th സെഞ്ചുറിയിലും ഡ്യൂ ടു നെഗ്ലക്ട് ഓഫ് ക്രിസ്ത്യൻ ഒബ്ലിഗേഷൻ, ക്രിസ്ത്യൻ വിശ്വാസത്തെ ഉപേക്ഷിച്ചത് കൊണ്ടുണ്ടായതാണെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് എക്കണോമിക് ഫീൽഡിൽ അവർ പറയുന്നത് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് വെരി പവർഫുൾ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരവിടെ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി എഡ്യൂക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. വർക്കിംഗ് ക്ലാസ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയുള്ള സ്റ്റഡി ക്ലാസ്സും സെമിനാറൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ വർക്കിംഗ് ക്ലാസ്സിന് എന്ത് ചെയ്തു, എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത്. ആ വർക്കിംഗ് ക്ലാസ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ വർക്ക്മെൻസ് കോളേജ് അവർ ആരംഭിക്കുകയുണ്ടായി. രാത്രി കാലങ്ങളിലുള്ള കോളേജ് എന്നുള്ള രീതിയിൽ 1854 അത്ര ഒരു കോളേജ് അദ്ദേഹം ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ ആരംഭിക്കുന്നത്. അത്തരത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ കോപ്പറേറ്റീവ്സിന്റെ ഈ ക്രിസ്ത്യൻ വേ എന്നുള്ള ചിന്താഗതി ആളുകളിലേക്ക് എത്തിക്കുകയും വർക്കിംഗ് ക്ലാസിന്റെ ഇടയിൽ എത്തിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് റോക്ക്ഡെയിൽസിന്റെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിന്റെ വികാസവും അതിനുശേഷം വന്ന കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി സ്റ്റോഴ്സിനെ പറ്റി പഠിക്കാം. എന്താണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ്? മാഞ്ചസ്റ്ററിൽ 1863 ചേർന്ന റീറ്റെയിൽ കൺസ്യൂമർ സ്റ്റോറുകളുടെ ഒക്കെ ഒരു മീറ്റിംഗിൽ കൺസ്യൂമർ റീറ്റെയിൽ സ്റ്റോറുകൾ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെട്ട് കിടക്കുകയായിരുന്നു. അത് അവർക്ക് ഒരു ഹോൾസെയിൽ സൊസൈറ്റി വേണം എന്ന ചിന്തയിലേക്ക് നയിച്ചു. അങ്ങനെ ഹോൾസെയിൽ സൊസൈറ്റി ആരംഭിക്കാനായി ഒരു 300 റെപ്രസെന്റേറ്റീവ് മാഞ്ചസ്റ്ററിൽ ചേർന്ന മീറ്റിംഗിൽ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഹോൾസെയിൽ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി, റീറ്റെയിൽ സ്റ്റോറിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽപ്പന നടത്തുകയും ആര് ചെയ്യും? ഈ ഹോൾസെയിൽ സൊസൈറ്റി ചെയ്യും. അങ്ങനെ ആ രീതിയിൽ ഒരു ഹോൾസെയിൽ സൊസൈറ്റി ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിന് തുടക്കം എന്നുള്ള നിലക്ക് നോർത്ത് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി ആരംഭിക്കുകയുണ്ടായി 1863. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം തുടരുന്നതോടൊപ്പം തന്നെ മറ്റൊരു സൊസൈറ്റിയായി കൂടി എന്ത് ചെയ്തു, ഫോം ചെയ്യുകയുണ്ടായി, സ്കോട്ടിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും നോർത്ത് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്നിട്ട് ഇംഗ്ലണ്ടിന്റെ മൊത്തത്തിൽ ഒരു ഹോൾസെയിൽ സൊസൈറ്റി രൂപീകരിക്കാൻ 1963 തീരുമാനിക്കുകയും അങ്ങനെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി നിലവിൽ വരികയാണ് ഉണ്ടായത്. അത് നോർത്ത് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോ സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനവും സ്കോട്ടിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെർജ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി 1967. അതിനുശേഷം കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ നാമത്തിൽ CWS എന്ന നാമത്തിൽ തന്നെയാണ് നാമത്തിലാണ് പിന്നെയുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിൽ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു കൺസ്യൂമർ റീറ്റെയിൽ സൊസൈറ്റി, കൺസ്യൂമേഴ്സ് റീറ്റെയിൽ സൊസൈറ്റിക്കാണ് അത് മെമ്പർഷിപ്പ് ലഭിക്കുക. ഒരാൾക്ക് ഒരു സൊസൈറ്റിക്ക് പർച്ചേസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 1 ഷെയർ വർത്ത് £5. £5 വാല്യൂ ഉള്ള ഒരു 1 ഷെയർ എന്ത് ചെയ്തിരിക്കണം,
അറ്റ്ലീസ്റ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് മെമ്പർ ആവാൻ സാധിക്കുള്ളൂ. മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് അതിൻ്റെത്. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് നമുക്ക് അറിയാലോ. എന്താണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്? അത് 1 person 1 vote എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതിൽ 28 ഓൾ ടൈം ഡയറക്ടേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഈ 28 ഓൾ ടൈം ഡയറക്ടേഴ്സിന് കൂടാതെ അവിടെ ഒരു സിഇഒനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ ഒന്നും തന്നെ എന്തില്ല, സാലറി ഇല്ല. ഈ ഓഫീസിന്റെ ടേം ഒരു 4 വർഷക്കാലം വരെയാണ്. ഓഫീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഓഫീസിന് 4 വർഷം ടേമാണുള്ളത്. ടേം ഓഫ് ഓഫീസ് എന്താണ്, 4 വർഷ കാലാവധിക്കാണ് അവരെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 4 വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ്. സാലറി കൊടുക്കാറുണ്ടായിരുന്നില്ല. ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന സിഇഒനെ അപ്പോയിന്റ് ചെയ്യും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. തന്നെ ഇവയുടെ മാനേജ്മെന്റ് എന്താണ്, ഇത്രയാണ്. ഡെമോക്രാറ്റിക് ആണ്, ഓൾ ടൈം ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതുപോലെ 4 ഇയേഴ്സ് കൂടുമ്പോഴാണ് ടേം ഓഫ് ഓഫീസ് എന്ത് ചെയ്യുന്നത്, പൂർത്തിയാകുന്നത്. സാലറി കൊടുക്കാറുണ്ടായിരുന്നില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സിഇഒനെ അപ്പോയിന്റ് ചെയ്യും. CWSന്റെ ഡിവിഡൻഡ് നോക്കാം. ഡിവിഡൻഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഷെയർസിനനുസരിച്ചാണ് ഡിവിഡൻഡ് എന്ത് ചെയ്തിരുന്നത്, കൊടുത്തിരുന്നത്. തന്നെ അതിന് പുറമെ ഒരു ബോണസ് ഓൺ പർച്ചേസ് എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണസ് എന്നുള്ള നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയായിരുന്നു? ഒന്ന്, നാഷണൽ ഡിവിഡൻഡ് സ്റ്റാമ്പ് സ്കീം പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് റീറ്റെയിൽ സർവീസ് ലിമിറ്റഡ് എന്നുള്ളൊരു സബ്സിഡറി ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആദ്യം പറഞ്ഞതിലേക്ക് പോകാൻ നമ്മൾ എന്താണ് CWS എന്ന് പറഞ്ഞിട്ടുണ്ട്. CWSന്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. CWSന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഡിവിഡൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ കോപ്പറേറ്റീവ് റീറ്റെയിൽ സർവീസ് ലിമിറ്റഡ് എന്നുള്ള സബ്സിഡി ആരംഭിക്കുന്നത് വെച്ചാൽ അവിടെ ചെറുകിട യൂണിറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നേരിട്ട് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ CWS എന്ന റീറ്റെയിൽ സ്റ്റോറുകൾ ആരംഭിക്കാനുണ്ടായത്. ദെൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് CWSന്റെ വിജയത്തിലേക്ക് നയിച്ച കാരണമായിട്ടുള്ളത് നമുക്ക് പറയാം. CWSന്റെ വിജയത്തിന് മെജോറിറ്റി ഓഫ് പീപ്പിൾ, വിജയത്തിന് കാരണമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡെയിലി വേജ് ഏണേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അതിനുണ്ടായി. ദെൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് ഓർഡർലി എക്സ്പെൻഡിച്ചർ അപ്രോച്ച്. അതായത് അവരുടെ ഡിസിപ്ലിൻ ഇൻ ദെയർ ഷോപ്പിംഗ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഹാബിറ്റ്, അവരുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ സൊസൈറ്റി നിലവിൽ വന്നത്. അത് എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിലും അതുപോലെ ഷോപ്പിങ്ങിന്റെ കാര്യത്തിലുമുള്ള ഹാബിറ്റ് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു, ഡിസിപ്ലിൻ ഉണ്ടായി. ആ ഒരു ഡിസിപ്ലിനാണ് ഈ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിന്റെ വിജയത്തിന് കാരണമെന്ന് പറയാം. മൂന്നാമത്തെ പറയാം, കൺസ്യൂമർ സ്റ്റോർ ഡീൽ ചെയ്ത ഗുഡ്സ് ഒക്കെ തന്നെ ദെയർ ഓൺ മാനുഫാക്ചേർഡ്, ദെയർ ഓൺ ആണ്, അവർ തന്നെ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ പ്രൈസിൽ വിൽക്കാൻ സാധിച്ചു. ഏറ്റവും കോസ്റ്റ് എന്താണ്, ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് കോസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ച അവർക്ക് അത് ലോ പ്രൈസിൽ വിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് എന്താ, അവർക്ക് 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള 100% വിശ്വാസം അവർക്ക് എന്ത് ചെയ്തു, അവരെ ഈ CWSന്റെ വിജയത്തിലേക്ക് നയിച്ചു എന്ന് പറയാം. പിന്നെ ഗുഡ് ലീഡർഷിപ്പ്, നല്ലൊരു ലീഡർഷിപ്പ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. അതും അവരുടെ വിജയത്തിന് കാരണമായി. പിന്നെയുള്ള ഒരു കാരണം, ബാങ്കിങ് ഓപ്പറേഷൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് ദി കൺസ്യൂമർ സൊസൈറ്റീസ്. അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻ ഒക്കെ കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയാം. ഇത്രയാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർസ് വിജയിക്കാനുണ്ടായ കാരണങ്ങൾ. ഇതോടുകൂടി ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഒന്നുകൂടി പറയാം, നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് റോക്ക്ടെയിൽ പയനീഴ്സിന്റെ പ്രിൻസിപ്പിൾസ്. റോക്ക്ടെയിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ മെമ്പർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്, ദെൻ
ക്യാഷ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻഡ് ഓൺ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഡിവിഡൻഡ് ഓൺ പർച്ചേസസ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസിങ് പോളിസി എന്തായിരുന്നു, മാർക്കറ്റ് പ്രൈസിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. ഇതാണ് CWS എന്ന് പറഞ്ഞു. ദെൻ അതിനിടയിൽ വന്നിട്ട് ഡോക്ടർ വില്യം കിങ് ആരാണെന്ന് പറഞ്ഞു. ദെൻ റോബർട്ടോവിന്റെ ഫോളോവർ ആണ് ഡോക്ടർ വില്യം കിങ് എന്ന് പറഞ്ഞു. ദെൻ ഡോക്ടർ വില്യം കിങ് ഒരു ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ബിലീഫ്സിന്റെ ബേസിലുള്ള കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രചാരകരായിരുന്നു ആര്, ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ. അവരുടെ പ്രത്യേകതകൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ CWS കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്നുള്ള ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ള കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്നുള്ള ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല വിജയിച്ച ആ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്.